നമ്മൾ ആദ്യം ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ തുടക്കം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് വരാൻ താല്പര്യം ഇല്ലാത്തവരെ നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്കായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്, മെസ്സേജ് വായിക്കുന്നുണ്ട്, എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ആദ്യം മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. കണ്ടതിന് ശേഷം ഇതിനിടയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും പറയും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് മാറ്റുമല്ലോ. ആ ഒരു മാറ്റുന്ന സമയത്തും ജാതി മതം ഒന്നും നോക്കുന്നില്ല അവിടെ. അപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരുപാട് സ്ഥലത്ത് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കം വന്നപ്പോഴാണെങ്കിലും കോവിഡ് വന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ദയവ് ചെയ്ത് നമ്മളെ വീഡിയോയിൽ വന്നിട്ട് ഞാനൊന്നും നെഗറ്റീവായിട്ട് ഒന്നും എടുത്തിട്ട് ഒന്നും പറയുന്നില്ല. മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്, അതിനൊന്നും ഞാൻ വന്നിട്ട് പിന്നെ ഒരു തിരിച്ചൊരു നെഗറ്റീവായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളേതായിട്ടുള്ള ഒരു രീതിക്കാണല്ലോ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ നമ്മൾ മറ്റൊരാൾ പറയുന്ന കേട്ടും കൊണ്ട് ഒരാളിൽ നമ്മൾ ഒരു കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് പോകരുത്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാനത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. എനിക്കല്ലാതെ ഇപ്പം നിങ്ങൾ മെസ്സേജൊക്കെ ഇടുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്നത് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒന്നും മിണ്ടാതെ പോയിട്ട് മൗനമായിട്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ അത് എപ്പോഴായാലും ഞാൻ എന്തായാലും നമ്മളെ വീഡിയോയുടെ കൂടെ പറയുമല്ലോ. അപ്പോൾ ഇപ്പോഴെനിക്ക് പറയാൻ പറ്റാഞ്ഞിട്ടാണ്. പിന്നെ ചില മെസ്സേജ് വരുമ്പോഴത്തേക്ക് എനിക്ക് അതിനുള്ള റിപ്ലൈ തരാനായിട്ട് അതിനെനിക്ക് ഉത്തരം തരാൻ പറ്റാത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൗനമായിട്ടൊക്കെ ഞാൻ മാറി നിൽക്കുന്നത്. അല്ലാതെ ഒരു പിണക്കം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം മെസ്സേജ് തരാഞ്ഞിട്ടോ അങ്ങനെ ഒന്നും അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതും. തലേ ദിവസത്തെ വീഡിയോ ആണ് ആദ്യം കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മാവ് പുട്ടുപൊടി ഉണ്ടല്ലോ, പച്ചനെല്ലിൻ്റെ മാവ് നമുക്ക് മില്ലിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒരു 1.5 നാഴി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു അരമുറി തേങ്ങയോളം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് നല്ല ജീരകം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചതച്ചിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുനീരും ചേർത്ത് പിന്നെ വെള്ളം എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ വെട്ടി തിളപ്പിക്കാനായിട്ട് നോക്കണം. മാവ് നമ്മൾ ഇളക്കി എടുക്കുമ്പോഴും കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കറക്റ്റ് പരുവത്തിനൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് കൈക്ക് നല്ല ചൂടടിക്കും. പിന്നെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം അടുത്ത് വെച്ചതിന് ശേഷം നമുക്കതിനകത്ത് ചെറിയ രീതിയിലൊന്ന് കൈ മുക്കി കൊടുക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാവിനകത്ത് തിളച്ച വെള്ളം അല്ലാതെ ചെറു ചൂടുവെള്ളം അല്ലാതെ പച്ചവെള്ളം അങ്ങനെ ഒന്നും യൂസ് ചെയ്യാനായിട്ട് നോക്കരുത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു കർച്ചീഫ് ഉണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ചിരുന്നു. നേരത്തെ നമ്മൾ എടുത്തതുണ്ടായിരുന്നു, അത് പിന്നെ ഞാനങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കർച്ചീഫ് എടുക്കാനായിട്ട് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ, നല്ല വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ എടുത്ത് എപ്പോഴും യൂസ് ചെയ്തതോ അങ്ങനെ ഒന്നും ആവരുത്. നമുക്ക് എപ്പോഴെങ്കിലും ഉരട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കർച്ചീഫ് 1-2 എണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞ് യൂസ് ചെയ്തത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കഴുകി ഉണക്കി ഇങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നല്ലതുപോലെ കഴുകി കളർ പോകുന്ന കോട്ടൺ തുണിയോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി എടുക്കാനായിട്ടൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് നമ്മളെ പലകയിൽ വിരിച്ചതിന് ശേഷം റൗണ്ട് ഷേപ്പിന് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് കറക്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ആക്കി കൊടുത്തതിന് ശേഷം ഓരോ ബോൾ കണക്ക് ഇതുപോലെ എടുത്തിട്ട് നമ്മളെ പലകയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. പിന്നെ കൈ കൊണ്ട് നമ്മളിത് നിരത്തി എടുക്കുമ്പോഴത്തേക്ക് ഉള്ളം കൈ വെച്ച് തട്ടാനായിട്ട് നിൽക്കരുത്. കൈയുടെ വിരൽ വെച്ചിട്ട് വേണം കറക്റ്റ് റൗണ്ട് ഷേപ്പിന് ഇതുപോലെ നീക്കി കൊണ്ടുവന്നിട്ട് അരിവ് പിടിച്ച് നമ്മൾ വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലത്തെ പലക നമുക്ക് മേടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഫർണിച്ചറിൻ്റെ പണിയൊക്കെ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, തടിപ്പണിയൊക്കെ നടക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് ഇതുപോലെ ഒരു പലക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു അടപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലത്തെ അടപ്പ് നിങ്ങളെ വീടുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പുട്ടുപൊടിയൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ മാവ് നനച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാനും പറ്റത്തില്ലേ. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നമ്മളെ പച്ചനെല്ലിൻ്റെ മാവാണ്. പച്ചനെല്ലിൻ്റെ മാവിൽ നമുക്ക് ഉരട്ടി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴാണെങ്കിലും പുട്ടുപൊടി തന്നെ എടുക്കാനായിട്ട് നോക്കുകയും വേണം. പച്ചരിയുടെ മാവാണെങ്കിലും കുഴപ്പമില്ല. പച്ചനെല്ല് കുത്തി എടുക്കുന്ന നമുക്ക് ചുവന്ന മാവ് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ നമ്മളിപ്പോൾ അപ്പത്തിൻ്റെ മാവോ ഇടിയപ്പത്തിൻ്റെ മാവോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം മാവെടുത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉള്ളത്.
പിന്നെ ഇപ്പോൾ ഈ ഒരു പലകയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തി എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് ഇത്തിരി കട്ടി കൂടുതലല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നൈസായിട്ട് കട്ടി കുറച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെയല്ല, പണ്ട് കാലം മുതലേ നമ്മളെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പലക ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉരട്ടി ഉണ്ടാക്കി എടുക്കാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൽ ഒരു ലേസ് കർച്ചീഫ് നനച്ചിങ്ങനെ വിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും കഴിച്ചിട്ടുള്ളത് നമ്മളെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ഈ ഒരു പലകയിൽ വെച്ചിട്ടാണ്. അപ്പോൾ പലകയിൽ റെഡിയാക്കി കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വീഡിയോയിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതാണ്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു അടപ്പ് പാത്രം ഉണ്ടല്ലോ, ഈ ഒരു അടപ്പ് പാത്രം എടുത്തിരിക്കണേന്ന് വെച്ചാൽ നമ്മൾ ചോറ് കലത്തിലൊക്കെ വെച്ച് അടയ്ക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പലക മേടിക്കാൻ പോകുമ്പോൾ പലക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അടപ്പും കൈവശം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രക്കടയിൽ കയറിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിനുള്ള ഒരു അടപ്പ് മേടിക്കുക, കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ ഉരട്ടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട രീതി എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള അടപ്പ് പാത്രം വേണമെങ്കിലും മേടിക്കാം, വലിയ രീതിയിൽ റൗണ്ട് ഷേപ്പുള്ള അടപ്പ് പാത്രം വേണമെങ്കിലും മേടിക്കാം. എന്നിട്ട് ഒരു ബോൾ കണക്ക് എടുത്തിട്ട് നമ്മൾ പലകയിൽ വെച്ചിട്ട് എങ്ങനെയാണോ പരത്തി എടുത്തിരിക്കുന്നത് അതേമാതിരി തന്നെ കൈ കൊണ്ട് നിരത്തി കൊടുക്കുക. കൈ കൊണ്ട് നമ്മൾ ഉള്ളം കൈ വെച്ച് തട്ടാതെ സൈഡ് വെച്ചിട്ട് തട്ടി കറക്റ്റ് റൗണ്ട് ഷേപ്പിന് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഉരട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉരട്ടി പലക ഇല്ല എന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു അടപ്പുണ്ടെങ്കിൽ നമുക്ക് ഉരട്ടി ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റുമേ. പിന്നെ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൺചട്ടി ഉണ്ടല്ലോ, ഉരട്ടി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടും ഓട്ടട ഉണ്ടാക്കി എടുക്കാനും വേണ്ടിയിട്ട് മാത്രമേ നമ്മളിത് എടുക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് ഒന്നും എടുക്കത്തില്ല. ഇപ്പോൾ ഉരട്ടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ കഴുകി ഉണക്കി കൊണ്ടുവന്ന് പൊട്ടാതെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കൈവശം ഇങ്ങനെ ഒരു ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മൺചട്ടി മൺകലം വെക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് ഉരട്ടിച്ചട്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും എടുത്ത് തരും. എന്തായാലും ഒരു 200 രൂപയ്ക്ക് അകത്ത് മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു ചട്ടി മേടിച്ച് വയ്ക്കുക. എപ്പോഴായാലും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ വേണം. ആവശ്യമില്ലാതെ നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ മേടിച്ച് കൂട്ടുന്നതിനെക്കാട്ടി നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ മേടിച്ചൊക്കെ വെച്ച് ഇഷ്ടമുള്ള ഇതുപോലുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഉരട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഓട്ടടയാണെങ്കിലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം നമ്മൾ അടുത്ത ഉരട്ടി ഇതുപോലെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കയ്യിൽ പലകയില്ലെങ്കിലും ഒരടപ്പുണ്ടെങ്കിലും കറക്റ്റ് റൗണ്ട് ഷേപ്പിന് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ഉരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലും തേങ്ങയും എന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കൈകൊണ്ട് ഞവിടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു മാവിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്ന് രാവിലത്തെ കാപ്പി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ചെറുത് വന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു കുഞ്ഞു മാവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചെറിയൊരു ഉരട്ടിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ച് ആരും തമ്മിൽ പിണങ്ങാൻ നിൽക്കില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരാതിയോ ഒന്നുമില്ല. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ എത്തിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.